പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 6 ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പാർട്ട് 5. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തിയറം, ഇഫ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇൻ എ ബി then f is increasing in AB. Second, if f dash x less than 0 in AB then f is decreasing in AB. If f dash x equal to 0 in AB then f is a constant. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്, ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ the function is said to be a constant. ഈ ഭാഗത്ത് പഠിക്കുന്നത് എക്സസൈസ് 6.2 ക്വസ്റ്റ്യൻ 7 to 13. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x minus 5 ഈസ് ഫസ്റ്റ് ഇൻക്രീസിങ്, സെക്കൻഡ് ഡിക്രീസിങ്. Given f of x equal to x square plus 2x minus 5, we have to find the interval in which the function is increasing or decreasing. Given f of x equal to x square plus 2x minus 5, first we find derivative, that is f dash x. X square in the derivative 2x, 2x in the derivative plus 2, minus 5 in the derivative 0. Therefore, we can write f dash x equal to 2x plus 2. F dash x equal to 0 implies 2x plus 2 equal to 0 implies 2x equal to minus 2, x equal to minus 1. ഇവിടെ നമുക്ക് കിട്ടിയത് x equal to minus 1 എന്ന പോയിന്റ് തന്നിരിക്കുന്ന റിയൽ ലൈനിനെ രണ്ട് ഭാഗമാക്കി തിരിക്കുന്നു, രണ്ട് ഇൻ്റർവെല്ലാക്കി തിരിക്കുന്നു. അതിൽ ഒരു ഭാഗം ഇൻക്രീസിങ് ആണെങ്കിൽ മറുഭാഗം ഡിക്രീസിങ് ആയിരിക്കും. അതുപോലെ ആദ്യ ഭാഗം ഡിക്രീസിങ് ആണെങ്കിൽ രണ്ടാമത്തെ ഭാഗം ഇൻക്രീസിങ്ങും ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഇൻ്റർവെൽ ഒന്ന് കണ്ടെത്തുന്നു. -∞, +∞, അതിൽ ഒരു പോയിന്റാണ് നേരത്തെ കണ്ടെത്തിയ -1. അതായത് ഇൻ്റർവെൽ -∞, -1 and -1 ∞. Therefore we can write the point x equal to -1 divides the real line into two disjoint intervals -∞, -1 and -1 ∞. ഇങ്ങനെ രണ്ട് ഇൻ്റർവെല്ലാക്കി തിരിക്കുന്നു. നമ്മൾ ഇനി ചെയ്യുന്നത് ഈ രണ്ട് ഇൻ്റർവെല്ലിൽ ഒരു ഭാഗം ഇൻക്രീസിങ് ആണെങ്കിൽ മറുഭാഗം ഡിക്രീസിങ് ആയിരിക്കും എന്നതാണ്. അതിൽ -1 ∞ വരുന്ന ഒരു പോയിന്റാണ് 0. ആ 0 വെച്ച് നാം ടെസ്റ്റ് ചെയ്യുന്നു. അതായത് we have f dash x equal to 2x plus 2. Therefore f dash 0 equal to 2. f dash 0 2 ആണ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 at x equal to 0. Therefore we can write f dash x greater than 0 in the interval -1 ∞. Therefore f dash x less than 0 in the interval -∞, -1. അതായത് -1 ∞ എന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ പോസിറ്റീവും -∞ -1 എന്ന ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവുമാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസിങ്. Therefore we can write f of x is increasing in the interval -1 ∞ and decreasing in the interval -∞, -1. Then question number 8. Prove that the logarithmic function is increasing on 0 ∞. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി given f of x equal to log x. Here logarithmic function is defined only for positive values. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് f dash x greater than 0 for all x in the interval 0 ∞. ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. ഫോർ ദിസ് f dash x equal to 1/x. നമുക്കറിയാം 1/xൽ എക്സിന് ഏത് പോസിറ്റീവ് വാല്യൂ കൊടുത്താലും അത് പോസിറ്റീവ് ആയിരിക്കും. അതായത്
f dash x greater than 0 for all x greater than 0. Therefore we can write f dash x greater than 0 in the interval 0 infinity. അതായത് 0 ഇൻഫിനിറ്റി എന്ന ഗിവൺ ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവായ 1/x പോസിറ്റീവ് ആണെന്ന് കാണാം. Therefore f of x equal to log x is increasing on 0 infinity. അതായത് ലോഗരിതമിക് ഫംഗ്ഷൻ is increasing on the interval. Question number 9. Prove that the function f given by f of x equal to x square minus x plus 1 is neither strictly increasing nor decreasing on minus 1 1. അതായത് മൈനസ് 1 1 എന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങുമല്ല ഡിക്രീസിങ്ങുമല്ല എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ്ങുമല്ല ഡിക്രീസിങ്ങുമല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് ആ ഇൻ്റർവെല്ലിൻ്റെ ഒരു ഭാഗത്ത് ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും മറ്റൊരു ഭാഗത്ത് ഡിക്രീസിങ്ങുമാണ് എന്ന് പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത്. ഫോർ ദിസ് ഹിയർ ഗിവൺ f of x equal to x square minus x plus 1. We find first derivative, that is f dash x. x square ന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 1ൻ്റെ ഡെറിവേറ്റീവ് 0. അതുകൊണ്ട് f dash x equal to 2x minus 1. f dash x equal to 0 implies 2x minus 1 equal to 0. Implies 2x equal to 1, x equal to 1/2. ഇവിടെ എക്സിൻ്റെ വാല്യൂ 1/2 എന്ന് കിട്ടി. അതായത് മൈനസ് 1 മുതൽ 1 വരെ വരുന്ന ഇൻ്റർവെല്ലിൽ ഒരു പോയിൻ്റായ 1/2 എന്നത് ഫംഗ്ഷനെ രണ്ട് പാർട്ടാക്കി തിരിക്കുന്നു. അതായത് മൈനസ് 1 1/2 എന്നും 1/2 1 എന്ന രണ്ട് ഇൻ്റർവെല്ലാക്കി തിരിക്കുന്നു. അതായത് മൈനസ് 1 1 അതിലൊരു പോയിൻ്റാണ് തന്നിരിക്കുന്ന കണ്ടെത്തിയ 1/2. അതായത് ഇൻ്റർവെൽ മൈനസ് 1 1/2 1/2 1 ഇങ്ങനെ രണ്ട് ഇൻ്റർവെല്ലാക്കി തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എഴുതാം ദ പോയിന്റ് 1/2 ഡിവൈഡ് ദ റിയൽ ലൈൻ ഇൻറ്റു 2 ഡിസ്ജോയിൻറ്റ് ഇൻ്റർവെൽസ്. ആ ഇൻ്റർവെല്ലാണ് മൈനസ് 1 1/2 ആൻഡ് 1/2 1 ഇങ്ങനെ രണ്ട് ഇൻ്റർവെല്ലാക്കി തിരിക്കുന്നു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഇൻ്റർവെല്ലിലുള്ള 0 ഉൾപ്പെടുന്ന ഒരു പോയിന്റ് ഉള്ള ഒരു ഇൻ്റർവെൽ കണ്ടെത്തി ആ ഇൻ്റർവെല്ലിലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു. അതാണ് നാം തുടർന്ന് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ്. മൈനസ് 1 1 അതിലൊരു പോയിൻ്റാണ് 1/2. അതായത് മൈനസ് 1 1/2 1/2 1 അതിലുള്ള ഒരു പോയിന്റ് ഗിവൺ f dash x equal to 2x minus 1 അതിലുള്ള 0 ഉൾപ്പെടുന്നൊരു ഇൻ്റർവെല്ലാണ് മൈനസ് 1 1/2. അതായത് f dash 0 നാം കണ്ടെത്തുന്നു. f dash 0 equal to 2 into 0 minus 1. Therefore f dash 0 equal to minus 1. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ് അറ്റ് ദ പോയിന്റ് x equal to 0. 0 എന്ന പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെന്ന് കാണാം. 0 ഉൾപ്പെടുന്ന ഇൻ്റർവെൽ മൈനസ് 1 1/2 ആണ്. അതായത് നമുക്ക് എഴുതാം f dash x less than 0 in the interval minus 1 1/2. മൈനസ് 1 1/2 എന്ന ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എഴുതാം f dash x ഗ്രേറ്റർ ദാൻ 0 ഇൻ ദ ഇൻ്റർവെൽ 1/2 1. അതായത് ഒരു ഇൻ്റർവെല്ലിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇൻ്റർവെല്ലുകളിലോ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവുമായിരിക്കും. അതായത് therefore f of x is decreasing in the interval minus 1 1 and f of x is increasing in the interval minus 1 1. അതായത് മൈനസ് 1 1 എന്ന ഇൻ്റർവെല്ലിലുള്ള ഒരു ഭാഗം അതതിനെയാണ് മൈനസ് 1 1/2 എന്ന ഇൻ്റർവെല്ലും 1/2 1 എന്ന ഇൻ്റർവെല്ലും ആക്കി തിരിച്ചിരിക്കുന്നത്. അതിലെ ഒരു ഭാഗത്ത് അതായത് മൈനസ് 1 1/2 ഫംഗ്ഷൻ ഡിക്രീസിങ്ങും 1/2 1 ഫംഗ്ഷൻ ഇൻക്രീസിങ്ങുമാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം f of x equal to x square minus x plus 1 is neither strictly increasing nor decreasing on minus 1 1. മൈനസ് 1 1 എന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങുമല്ല ഡിക്രീസിങ്ങുമല്ല. കാരണം അതിൻ്റെ ഒരു ഭാഗത്ത് ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഒരു ഭാഗത്ത് ഫംഗ്ഷൻ ഡിക്രീസിങ്ങുമാണെന്ന് കാണാം. Question number 10. Prove that the function f given by
f of x equal to log sin x is increasing on 0 pi and decreasing on pi by 2 pi. ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സ്. ലോഗ് സൈൻ എക്സ് എന്നത് 0 പൈ ബൈ 2 എന്ന ഇൻ്റർവെലിൽ ഇൻക്രീസിങ്ങും പൈ ബൈ 2 പൈ എന്ന ഇൻ്റർവെലിൽ ഡിക്രീസിങ്ങുമാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. നമ്മളിവിടെ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നു. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. അപ്പോൾ ലോഗ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ എക്സ് കോസ് എക്സ്. അതായത് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ടെക്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കോട്ടെക്സ് ആണ് എന്ന് കണ്ടെത്തുന്നു. നമുക്കറിയാം കോട്ടെക്സ് എന്നുള്ളത് പോസിറ്റീവാണ് 0 പൈ ബൈ 2 എന്ന ഇൻ്റർവെലിൽ. അതുകൊണ്ട് ഇൻ ദ ഇൻ്റർവെൽ 0 പൈ ബൈ 2 എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു കോട്ടെക്സ് ഗ്രേറ്റർ ദാൻ 0. അതേ രീതിയിൽ കോട്ടെക്സ് ലെസ് ദാൻ 0 ഇൻ ദ ഇൻ്റർവെൽ മൈനസ് പൈ ബൈ 2 പൈ. അതായത് ഇൻ ദ ഇൻ്റർവെൽ പൈ ബൈ 2 പൈ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു കോട്ടെക്സ് ലെസ് ദാൻ 0. കോട്ടെക്സ് എന്നുള്ളത് പോസിറ്റീവാണ് 0 പൈ ബൈ 2. കോട്ടെക്സ് എന്നുള്ളത് നെഗറ്റീവാണ് പൈ ബൈ 2 പൈ എന്ന ഇൻ്റർവെലിൽ. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് ഈസ് ഇൻക്രീസിംഗ് ഓൺ 0 പൈ ബൈ 2 ആൻഡ് ഡിക്രീസിംഗ് ഓൺ പൈ ബൈ 2 പൈ. ഇതിൽ തന്നെ 0 മുതൽ പൈ വരെയുള്ള ഇൻ്റർവെല്ലിൽ ലോഗ് സൈൻ എക്സ് എന്ന ഫംഗ്ഷൻ നൈദർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ് എന്നും ഇവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 11. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 3x മൈനസ് 100 ഈസ് ഇൻക്രീസിംഗ് ഇൻ ആർ. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആകാനുള്ള കണ്ടീഷൻ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 3x മൈനസ് 100. എഫ് ഡാഷ് എക്സ് കാണുമ്പോൾ 3x സ്ക്വയർ മൈനസ് 6x പ്ലസ് 3. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ, 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 6x, 3xൻ്റെ ഡെറിവേറ്റീവ് 3. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അതിനുവേണ്ടി കണ്ടെത്തിയ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 6x പ്ലസ് 3. അതിൽ നിന്ന് 3 കോമൺ ആയിട്ട് എടുത്താൽ 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് കാണാം. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്നത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. അതായത് 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഒരു സ്ക്വയർ ടേം ആണ്, അതുകൊണ്ട് ഒരിക്കലും അത് നെഗറ്റീവ് വരുന്നില്ല. എക്സിന് പോസിറ്റീവ് വാല്യൂ കൊടുത്താലും പോസിറ്റീവാണ്, നെഗറ്റീവ് വാല്യൂ കൊടുത്താലും അത് പോസിറ്റീവ് തന്നെയാണ്. അതായത് വി ക്യാൻ റൈറ്റ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ. ഏത് വാല്യൂവിനും അത് പോസിറ്റീവ് ആയിക്കോട്ടെ 0 ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഫംഗ്ഷൻ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കാണാം. എക്സിന് 1 കൊടുക്കുമ്പോൾ മാത്രമാണ് 0 എന്ന വാല്യൂ ലഭിക്കുന്നത്, അതും നെഗറ്റീവ് അല്ല. Therefore, f of x equal to x cube minus 3x square plus 3x minus 100 is increasing in capital R. Question number 12. For what values of a, the function f given by f of x equal to x square plus ax plus 1 is increasing on 1, 2. ഏത് ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിങ് ആവുമ്പോൾ അതിൻ്റെ എ എന്ന ഫംഗ്ഷൻ്റെ എ എന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ് കാണുന്നത്. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എ, ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 1 ഈസ് ഇൻക്രീസിങ് ഓൺ 1, 2. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് 1. വി ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് എ. എഫ് ഡാഷ് എക്സ് 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ നമുക്ക് കാണുന്നത് ഇൻ്റർവെൽ അല്ല കാണുന്നത്, ഇൻക്രീസിങ് ആണോ, ഏത് ഇൻക്രീസിങ് ആണെങ്കിൽ എയുടെ വാല്യൂ ആണ്. അതായത് ഇൻക്രീസിങ് ആകാനുള്ള കണ്ടീഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അതായത് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് 2x പ്ലസ് എ ഗ്രേറ്റർ ദാൻ 0. അതിൻ്റെ അർത്ഥം 2x പ്ലസ് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ
എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് എ ബൈ ടു. എക്സിൻ്റെ വാല്യൂ മൈനസ് എ ബൈ ടു ആണ്. അതായത് എക്സ് ബിലോങ്സ് ടു 1 2 എന്ന ഇൻ്റർവെല്ലിൽ എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് എ ബൈ ടു ആണ് എന്ന് കാണാം. അതായത് നമുക്കിതിനെ മാറ്റി എഴുതാം. എക്സ് ഗ്രേറ്റർ ദാൻ മൈനസ് എ ബൈ ടു, എക്സ് ബിലോങ്സ് ടു 1 2 എന്ന് പറയുന്നതിന് പകരം 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്നും എഴുതാം. അതായത് ഈ വാല്യൂ മിനിമം വാല്യൂ ഓഫ് എയുടെ മിനിമം വാല്യൂ എന്നുള്ളത് എ ബൈ ടു ഈക്വൽ ടു 1 ആയിരിക്കും. അതുപോലെ മൈനസ് എ ബൈ ടു ഈക്വൽ ടു 2 വരുമ്പോഴാണ് മാക്സിമം വാല്യൂ എന്ന് നമുക്ക് കാണാം. അതായത് the least value of a for f to be increasing on 1 2 is given by minus a by 2 equal to 1. ഇവിടെ കാണാനുള്ളത് for what values of a എന്നുള്ളതാണ്. അതായത് implies a equal to minus 2. Hence the required value of a is minus 2. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവാനുള്ള കണ്ടീഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ സമയത്തുള്ള എയുടെ വാല്യൂ ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എ ഈസ് മൈനസ് 2. ക്വസ്റ്റ്യൻ നമ്പർ 13. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഡിക്രീസിംഗ് ഓൺ 0 pi, increasing in pi to pi and neither increasing nor decreasing in 0 to pi. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. നമ്മളിവിടെ ഡെറിവേറ്റീവ് കാണുന്നു. കോസ് എക്സിന് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ദെർഫോർ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. നമുക്കറിയാം സൈൻ എക്സ് എന്നുള്ളത് പോസിറ്റീവ് ആണ് 0 pi. അതുപോലെ തന്നെ സൈൻ എക്സ് ലെസ് ദാൻ 0 ആണ് പൈ 2 pi. ഒന്നാമത്തെ ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു 0 pi സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. 0 മുതൽ പൈ വരെ സൈൻ എക്സ് പോസിറ്റീവ് ആണ്. 0 മുതൽ പൈ വരെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും സൈൻ ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ therefore f dash x less than 0 and so f is decreasing in 0 pi. ഇവിടെ f of x എന്ന് പറഞ്ഞാൽ cos x ആണ്, ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ എക്സ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്നത് നെഗറ്റീവ് ആയിരിക്കും എന്ന് കാണാം. Therefore f dash x less than 0 and so f is decreasing in 0 pi. Then second, for each x belongs to pi 2 pi sin x less than 0. Therefore f dash x greater than 0 and so f is increasing in pi 2 pi. അതായത് 0 മുതൽ പൈ വരെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്ന ഫംഗ്ഷൻ ഡിക്രീസിങ്ങും പൈ മുതൽ 2 പൈ വരെ ഇൻക്രീസിങ്ങുമാണ്. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഫംഗ്ഷൻ ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഇൻ 0 to pi. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റു ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക് ടാൻജൻസ് ആൻഡ് നോർമൽസ്.